വെൽക്കം ബാക്ക് ഡിയർ ഓൾ. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ 9 റിവ്യൂ ആണ് ചെയ്യുന്നത്. ബിഗ് ബോസ് തമിഴ് സീസൺ 9 സെക്കൻഡ് വീക്കിൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. ആദ്യം തന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങളിൽ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സീസൺ 8 അടിപൊളി സീസൺ ആയിരുന്നു. കാരണം ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല, ഉറപ്പായിട്ടും അവിടെ നടന്നിട്ടില്ല. നല്ലൊരു സീസൺ ആയിരുന്നു സീസൺ 8 തന്നെ പറയേണ്ടി വരും. കാരണം കണ്ടസ്റ്റൻസ് അത്രമാത്രം കോണ്ടന്റ് ഉണ്ട്, ഒരുപാട് കോണ്ടന്റ് ഉണ്ട്. പക്ഷെ കോണ്ടന്റിന് വേണ്ടി, അതായത് ഞാൻ കഴിഞ്ഞ റിവ്യൂ വീഡിയോ, അതായത് തമിഴിന്റെ റിവ്യൂ ബ്ലോഗിൽ പറഞ്ഞ പോലെ ഇവര് ഒരു ആക്ടിങ് ആണ്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കണം എന്നുള്ള രീതിക്കുള്ള ഒരുമാതിരി ആക്ട് ചെയ്യുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് പേഴ്സണലി പറയുകയാണെങ്കിൽ. കാരണം എന്താന്ന് വെച്ചാൽ ഒരുമാതിരി ഒരു അഭിനയം എല്ലാവരുടെ ഭാഗത്തുനിന്നും ആരും റിയൽ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഇപ്പോഴും ഈ സെക്കൻഡ് വീക്ക് ആയിട്ട് പോലും റിയൽ ആയിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം ഈ സെക്കൻഡ് വീക്കിൽ നടന്ന മെയിൻ കാര്യങ്ങൾ, ഒന്ന് അപ്സര എവിക്റ്റായി, അപ്സര CJ എവിക്റ്റായി, നോമിനേഷനിൽ വന്നിട്ട് എവിക്റ്റായി പോയി. അത് മാത്രമല്ല തുഷാറിന്റെ ക്യാപ്റ്റൻസി റദ്ദാക്കി കളഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ്. അത് തുഷാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് കൊണ്ട് തന്നെയാണ് തുഷാറിന്റെ ക്യാപ്റ്റൻസി റദ്ദാക്കി കളഞ്ഞു, അതും പറയാം. മാത്രമല്ല സൂപ്പർ ഡ്യൂലക്സിൽ 2 പേര് പുറത്തേക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 2 പേര് സൂപ്പർ ഡ്യൂലക്സിലോട്ടും ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണ് കഴിഞ്ഞ വീക്ക്, നമ്മുടെ വീക്കിൽ സെക്കൻഡ് വീക്കിൽ നടന്നത് നമുക്ക് നോക്കാം. നോമിനേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു, നോമിനേഷൻസ് നടന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ഡ്യൂലക്സ് ഹൗസിൽ നിന്നും 2 പേര്, അതായത് എനിക്ക് തോന്നുന്നത് ഓറോറയും പിന്നെ അവറോറയും പിന്നെ കമറുദ്ദീനും ബിഗ് ബോസ് ഹൗസിലേക്കും, ബിഗ് ബോസ് ഹൗസിൽ നിന്നും VJ പാറുവും നമ്മുടെ വാട്ടർമെലൻ സ്റ്റാറും കൂടെ സൂപ്പർ ഡ്യൂലക്സ് ഹൗസിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച VJ പാറുവിന്റെ താണ്ഡവമായിരുന്നു സത്യം പറഞ്ഞ. VJ പാറു അവിടെ നിറഞ്ഞു നിന്നത്, അതായത് ആ ബിഗ് ബോസ് ഹൗസിൽ നിറഞ്ഞു നിന്നത് VJ പാറു മാത്രമായിരുന്നു. VJ പാറുവിന്റെ കണ്ടന്റുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ. ബാക്കിയുള്ളവർ, അതായത് VJ പാറു വേഴ്സസ് ബാക്കിയുള്ള എസ്പെഷ്യലി ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് അങ്ങനെ പോയി. കഴിഞ്ഞ ആഴ്ചത്തെ ഗെയിമേ കൊണ്ടുപോയത് VJ പാറു എന്ന് പറയേണ്ടി വരും. കാരണം ബാക്കിയുള്ളവരൊന്നും കാണാനില്ലായിരുന്നു. VJ പാറുവിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച. VJ പാറുവാണ് ഫുൾ കണ്ടന്റും കൊടുത്തത്, അത് ഉറപ്പിച്ച് പറയേണ്ട കാര്യമാണ്. പിന്നെ വീക്ക്ലി ടാസ്കിന്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ഇതിനു മുമ്പ് ഇവർക്ക് ഹൗസിലും ഈ ബിഗ് ബോസ് സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സും ബിഗ് ബോസ് ഹൗസ് മേറ്റ്സും തമ്മിൽ ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവർ എണീറ്റ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഇവർക്ക് ഉപ്പിട്ട കഞ്ഞി, ആഹാരം കൊടുക്കാതെ ഉപ്പ് കൂടിയ കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ അല്ലാതെ കുറെ കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കമറുദ്ദീനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, അത് ടാസ്കുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി വീക്ക്ലി ടാസ്ക് എന്താണെന്ന് നോക്കുക. വീക്ക്ലി ടാസ്കില് നമ്മുടെ ഡോൾ ടാസ്കില്, അതായത് ഡോളിനെ കൊണ്ടുപോയിട്ട് കൂടിനകത്ത് വെക്കുന്ന ടാസ്ക്, അതേ ടാസ്ക് ആണ്. ബട്ട് ഓൾവേസ് ഡോളിന് പകരം ഇവരുടെ എല്ലാവരുടെയും ഫേസ് ഉള്ള ഒരു മാസ്ക് പോലത്തെ കാര്യമാണ് കൊടുത്തത്. നമ്മൾ വീശറി കണക്കിരിക്കുക, അങ്ങനത്തെ കാര്യം ഇവരുടെ ഫേസ് ആയിരിക്കും അതിൽ. പക്ഷെ സ്വന്തം ഫേസ് എടുക്കാൻ സൂപ്പർ ഡ്യൂലക്സ് ഹൗസ് മേറ്റ്സിന് മാത്രം അധികാരം. അതായത് സൂപ്പർ ഡ്യൂലക്സ് ഹൗസ് മേറ്റ്സിന് അവരുടെ ഫേസ് ഉള്ള കട്ടൗട്ട്, അത് ആ ഒരു മാസ്ക് എടുക്കാം. ബട്ട് ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന് മറ്റുള്ളവരുടെ മാസ്ക് എടുക്കാം. അതായത് സൂപ്പർ ഡ്യൂലക്സ് ഹൗസ് മേറ്റ്സിന്റെ മാസ്കും മറ്റുള്ള അവർക്ക് എടുക്കാം, ബട്ട് അവർക്ക് അവരുടെ സ്വന്തം മാസ്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതില് ഫസ്റ്റ് തന്നെ നമ്മുടെ കെമി ഔട്ടായി. പിന്നെ അങ്ങനെ ഔട്ടായി ലാസ്റ്റ് വന്നപ്പം ഇതില് പക്ഷെ ഇവര് സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സും ബിഗ് ബോസ് ഹൗസ് മേറ്റ്സും തമ്മിലുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഗെയിം കളിച്ചത്. പക്ഷെ ഒരു രസം ഇല്ലായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രസം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ സീസണിലാണെങ്കിൽ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടല്ല മത്സരിച്ചത്. ഓർമ്മയുണ്ട്, അൻഷിതയൊക്കെ പാതിരാത്രി വരെ ഇരുന്ന് ദീപക്കിനെ സേവ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് അവസാനം ഒട്ടും വയ്യാതെ ആയിട്ട്, എന്ന് വെച്ചാൽ യൂറിൻ പാസ് ചെയ്യാൻ മൂത്രമൊഴിക്കാൻ മുട്ടിച്ച അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നില്ലേ. പക്ഷെ അവർക്ക് ഇൻഡിവിജ്വലി ഒരു ഗെയിം ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം ഗ്രൂപ്പ് ഗെയിം ആയിപ്പോയി. അങ്ങനെ ടാസ്ക് ഒരുമാതിരി ഇവരാക്കി കളഞ്ഞു, പറയാതിരിക്കാൻ പറ്റില്ല.
ആൻഡ് അതുപോലെ സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സ് തോച്ചു ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് ആണ് ഫൈനലിൽ വന്നത്. അതിൽ കമറുദ്ദീനും തുഷാറുമാണ് വന്നത്. അതിൽ കമറുദ്ദീനാണ് വിൻ ചെയ്യുന്നത്. അപ്പം ഈ സൂപ്പർ ഹൗസ് മേറ്റ്സിലെ ഈ ഏത് ഹൗസിലുള്ളവർക്കാണോ വിൻ ചെയ്യുന്നത് അവർക്ക് ഒരു ഗ്രാൻഡ് ഡിന്നർ ബിഗ് ബോസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സിനെ കാണിച്ചുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന് ബിഗ് ബോസ് ഡിന്നർ കൊടുക്കുകയാണ്. പക്ഷെ എനിക്ക് സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സിനെ കണ്ടപ്പോൾ ഒരുമാതിരി ആയിപ്പോയി. കാരണം അവർക്ക് ഇവര് നേരാവണ്ണ ഫുഡും കൊടുക്കുന്നില്ല, അവർക്ക് ഇതും ലക്ഷറി എന്ന് പറഞ്ഞിട്ട് അതൊന്നും കാണുന്നുമില്ല. എപ്പോഴും അവരെ പട്ടിണിക്ക് എടുത്താനാണ് അങ്ങനെ തന്നെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അതായത് ബിഗ് ബോസ് ഹൗസ് മേറ്റ്സിന്റെ പട്ടിണിക്ക് എടുത്താനാണ് സൂപ്പർ ഡീലക്സ് ഹൗസ് മേറ്റ്സിന്റെ പട്ടിണിക്ക് എടുത്താനാണ് ബിഗ് ബോസ് ഹൗസ് മേറ്റ്സ് നോക്കുന്നതല്ല എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ അത് വീക്ക്ലി ടാസ്ക് അങ്ങനെയാണ് കഴിഞ്ഞത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ജയിലിൽ പോയത് ആതിരയും ഓറോറയാണ് ജയിലിൽ പോയത്. അത് ഈ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതിന് ഇടയ്ക്കാണ്. പിന്നെ തുഷാറിന്റെ ക്യാപ്റ്റൻസി റിവോക്ക് ആയത്, അത് റിജക്റ്റ് ആയത്, അത് ക്യാൻസൽ ആയത്. തുഷാറിന്റെ ക്യാപ്റ്റൻസി ആ തുഷാറിന്റെ ഭാഗത്തുണ്ട മിസ്റ്റേക്ക് തന്നെയാണ്, അറിവില്ലായ്മ കൊണ്ടുണ്ടായ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. അതായത് മിക്കവരും മൈക്ക് മാറ്റി. ഈവൻ ദോ ക്യാപ്റ്റനായ തുഷാർ ഒരു മൈക്ക് മാറ്റിയിട്ട് നടക്കുക, ഫുൾ ടൈം മൈക്ക് ഇല്ലാതെ മൈക്ക് മാറ്റിയിട്ട് നടക്കുക, മൈക്ക് മാറ്റി സംസാരിക്കുക. അവിടെ എല്ലാം പകല് കൂർക്കം വലിച്ച് ഉറങ്ങുക. FJ ഒക്കെ പകല് കൂർക്കം വലിച്ച് ഉറക്കമായിരുന്നു. ഇത് അറ്റ്ലീസ്റ്റ് ഉറങ്ങുന്നത് പോട്ടെ, നമ്മൾ കാണുന്നില്ല. ബട്ട് ഓൾവേസ് ഉറങ്ങുമ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ വാർണിംഗ് കൊടുക്കണം. അതായത് അവർക്ക് വാർണിംഗ് കൊടുക്കണം, പകൽ ഉറങ്ങാൻ പാടില്ല എന്ന് വാർണിംഗ് കൊടുക്കണം. തുഷാർ അതുപോലും ചെയ്യുന്നില്ല. തുഷാറാണെങ്കിൽ ഫേവറിറ്റിസം കളിക്കുകയാണ്. ഇതും പോരാനായിട്ട് കോംബോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓറോറയായിട്ട് കോംബോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. FJയും ആതിരയും ഒരു കോംബോ, തുഷാർ ഓറോറയും ഒരു കോംബോ. അങ്ങനെ അവിടെ കോംബോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല റൊമാൻറ്റിക് കണ്ടന്റ്സ് അവരവിടെ കൊടുക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എനിവേ പക്ഷെ പുള്ളിക്കാരെ ടാസ്കിലൊക്കെ നല്ല ഇതാണ്. ടാസ്ക് കളിക്കാനൊക്കെ തുഷാർ നല്ലതാണ്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ബട്ട് ഒരു ഗെയിമില്ല തുഷാറിന് ഒരു ഗെയിമില്ല. ടാസ്ക് ഉള്ള സമയത്ത് തുഷാറിന് ഇറങ്ങിയിരിക്കും, അല്ലാത്ത സമയത്ത് തുഷാറിനെ അവിടെ കാണാനേ ഇല്ല, ഓർഡറുടെ പുറകെ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ VJ പാറു ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുപോയത്. VJ പാറുവിന്റെ കണ്ടന്റ് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുപോയത്. കൂടെ സപ്പോർട്ടായിട്ട് വാട്ടർമെലൻ സ്റ്റാർ ഉണ്ടായിരുന്നു. ഈ വാട്ടർമെലൻ സ്റ്റാർ ഒക്കെ സത്യം പറഞ്ഞാൽ അവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ടുള്ള കാര്യമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ബോറിംഗ് ആണ് അത്. തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കയ്യടിയൊക്കെയാണ് കിട്ടുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഈ വാട്ടർമെലൻ സ്റ്റാർ കാണിച്ചിട്ട്. പുള്ളിക്കൊരു ഗെയിം ഇല്ല, ബട്ട് ഒരു ആക്ടിങ് മോഡിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം. ഇനി ക്യാപ്റ്റൻസി ടാസ്കിൽ തുഷാറിന്റെ ക്യാപ്റ്റൻസി ബിഗ് ബോസ് തന്നെ അങ്ങ് എടുത്തു കളഞ്ഞു. എന്നിട്ട് എല്ലാരും കൂടെ ചേർന്ന് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാം. അങ്ങനെ കമറുദ്ദീൻ ഓട്ടോമാറ്റിക്കലി ഇത് വിൻ ചെയ്ത് നോമിനേഷൻ ഫ്രീ പ്ലസ് ക്യാപ്റ്റൻസി നേടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ കനിയും ശബരിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവർക്കുള്ള ക്യാപ്റ്റൻസി ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഹൗസ് മേറ്റ്സ് ഇവരെ കുത്തണം. അതായത് ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഈ ക്യാപ്റ്റൻസിയിലുള്ളവർ കാണാതെ കുത്തണം. അങ്ങനെ കുത്തി ആദ്യം കമറുദ്ദീൻ ഔട്ടായി. അതിന്റെ ഒരു ദേഷ്യമാണ് കമറുദ്ദീൻ വീട്ടിൽ അവിടെ കാണിച്ചത്. അതിനാണ് വിജയ് സേതുപതി സാർ വീക്കെൻഡിൽ വാർണിംഗ് കൊടുത്തത്. പിന്നീട് ശബരിക്ക് ഇതേ സെയിം അവസ്ഥയായിരുന്നു. മാക്സിമം പിടിച്ചിരുന്നെങ്കിൽ ശബരി അങ്ങനെ ഔട്ടായി. കനിയാണ് പിന്നീട് ക്യാപ്റ്റനായി മാറിയത്. ആൻഡ് ഇതിന്റെ ഇടയ്ക്ക് അല്ലറ ചില്ലറ ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് പ്രത്യേകിച്ച് കമറുദ്ദീനാണ് കുറച്ചുകൂടെ ഫൈറ്റ് അവിടെ ഉണ്ടാക്കിയെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഇതൊക്കെയാണ് മെയിനായിട്ട് വീട്ടിൽ നടന്ന കാര്യങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങളാണ് വീട്ടിൽ വാക്കേറ്റങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ബട്ട് ഈ ആതിരയും കമറുദ്ദീനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നേരെ വന്നത്. ഈ ആതിരയും കമറുദ്ദീനാണ് നടന്നിട്ടുള്ളത്. ഈ VJ പാറു ശബരിക്കെതിരെ ഗെയിം കളിക്കാനാണ് നോക്കുന്നത്. കൂടുതലും ശബരിക്കെതിരെ ഗെയിം കളിക്കാനാണ് VJ പാറു നോക്കുന്നത്. പക്ഷെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല, എല്ലാവരും ടാർഗറ്റ് ചെയ്യണം. VJ പാറിന്റെ ടാർഗറ്റ് ശബരിയും കനിയുമാണ്. അപ്പൊ അങ്ങനെ അപ്സര പിന്നീട് വീക്കെൻഡ് എപ്പിസോഡിൽ വിജയ് സേതുപതി സാർ വന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പ്രത്യേകിച്ച് കമറുദ്ദീന്റെ ആ ഒരു കേസാണ്. ഇനി വിജയ് സേതുപതി സാർ കമറുദ്ദീനോട് മാത്രമാണ് ഒരു ഫൈറ്റ് മോഡിൽ സംസാരിക്കുന്നത്. ആൻഡ് അത് മാത്രമല്ല ദീപാവലി ആഘോഷമൊക്കെ ഉണ്ടായിരുന്നു. ദീപാവലി സൺഡേ വീക്കെൻഡ് ദീപാവലി ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ദീപാവലി ആഘോഷമായിരുന്നു. മൺഡേ എപ്പിസോഡ് ദീപാവലി ആഘോഷമായിരുന്നു.
അപ്പം ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ച നടന്നത്. അങ്ങനെ അപ്സര എവിക്റ്റായി. ഇനി ഈ ആഴ്ച ഈ വീക്ക്ലി ടാസ്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, ട്യൂസ്ഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പം എനിക്ക് കഴിഞ്ഞ ആഴ്ച തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ആവറേജ് എപ്പിസോഡായിട്ടാണ് തോന്നിയത്. വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഓൾവേസ് ഫൈറ്റും കാര്യങ്ങളും ഇവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് കാണിക്കുന്നവരാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ലാതെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇവരുടെ ഫൈറ്റിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരു റിയൽ ആയിട്ട് ഇവർ ഗെയിം കളിക്കുന്നത് ഗെയിമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരുമാതിരി എന്തോ കാണിച്ചു കൂട്ടുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അല്ലാതെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു കണ്ടന്റ് കാണുന്നില്ല. സത്യം പറയാലോ, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ഇതിനേക്കാൾ ഭേദമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മലയാളം സീസൺ 6 ഫാർ ബെറ്റർ ആയിരുന്നു തമിഴ് സീസൺ 8 എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഓൾവേസ് ഇപ്രാവശ്യം നേരെ ഓപ്പോസിറ്റ് ആയിപ്പോയി. ഇതിനേക്കാൾ ബെറ്റർ ആണ് സീസൺ 7, മലയാളം സീസൺ 7 എനിക്ക് പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് വീക്കിലൊന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രത്തോളം ഒരു എല്ലാവരും റിയൽ ആയിരുന്നു. അതായത് എല്ലാവരും ആരും ഒരു ആക്ടിങ് കാര്യങ്ങളിൽ എല്ലാവരും റിയൽ ആയിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇത് ഒരുമാതിരി എല്ലാവരും ഭയങ്കരമായിട്ട് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് തോന്നുന്നത്. ആരും അങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് വരുന്നില്ല, പുറത്ത് എക്സ്പോസ്ഡ് ആയിട്ട് ആരും വരുന്നില്ല. ആൻഡ് അത് മാത്രമല്ല, സൂപ്പർ ഡ്യൂലക്സ് ഹൗസ് മേറ്റ്സിന് ബിഗ് ബോസ് പോലും ഒരു വിലയും കൊടുക്കുന്നില്ല. അത് അങ്ങനെ തോന്നി. കാരണം സൂപ്പർ ഡീലക്സ് കഴിഞ്ഞ സീസണിലാണെങ്കിൽ പവർ ടീമിന് വലിയ ബലം ഉണ്ടായിരുന്നു. ഇത് അതുപോലും കൊടുക്കുന്നില്ല, ആരും ഒരു വിലയും കൊടുക്കുന്നില്ല. വെറുതെ അതിനകത്ത് കയറി ഇരിക്കുന്നു, അത്ര തന്നെ. അല്ലാതെ അവരുടെ പവർ അവർ കാണിക്കുന്നുമില്ല, അവരുടെ പവർ അവർ ചോദിച്ചു വാങ്ങുന്നുമില്ല. വെറുതെ സൂപ്പർ ഡീലക്സ് ഹൗസിനകത്ത് പോയി ഇരിക്കുന്നു. അല്ലാതെ വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. ഇതിനേക്കാൾ ഭേദം സീസൺ 6 പവർ ഹൗസ് പറയാതിരിക്കാം, പവർ റൂം അത് പിന്നെ അടിപൊളിയായിരുന്നു. അവർ പറയാതിരിക്കാൻ പറ്റില്ല. എനിവേ, ഇത് തമിഴ് സീസൺ 9 സെക്കൻഡ് വീക്കിന്റെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പം അടുത്ത ഈ ഒരാഴ്ചത്തെ വീക്കിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.